പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന പാഠഭാഗമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില ഫണ്ടുകളെയാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓരോ ഫണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മെറിറ്റ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, retained earnings. The portion of profit which is retained in the business for future use is called retained earnings. Okay, ബിസിനസ്സിൻ്റെ മെയിൻ ഏർണിങ്സ് ആണല്ലോ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയാണ്. ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് റിറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുന്നു. അതുകൊണ്ടാണ് ഇതിനെ റീറ്റെയിൻഡ് ഏർണിങ്സ്, നിലനിർത്തപ്പെട്ട ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു വാക്കാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. പ്ലോവിങ് എന്ന് പറഞ്ഞാൽ ഉഴുത് ചേർക്കുക, അതായത് പ്രോഫിറ്റിനെ ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും ഉഴുത് ചേർക്കുന്നു എന്ന അർത്ഥത്തിൽ, വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഓക്കെ, ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അനദർ നെയിം ഇൻറ്റേർണൽ ഫിനാൻസിങ്. ബിസിനസ്സിന് തന്നെ ജനറേറ്റ് ചെയ്ത് വന്നതായതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറയുന്നുണ്ട്. ദെൻ സെൽഫ് ഫിനാൻസിങ്. ഇങ്ങനെ മൂന്ന് മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. റീറ്റെയിൻ ഏർണിങ്സിന് മറ്റു പറയുന്ന വാക്കുകളാണ് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, ഇൻറ്റേർണൽ ഫിനാൻസിങ് ഓർ സെൽഫ് ഫിനാൻസിങ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ലോങ് ടേം ഫണ്ട്. ഇതൊരു ലോങ് ടേം ഫണ്ട് കൂടിയാണ്. ഓക്കെ, വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്. ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നിടത്തോളം കാലം ബിസിനസ്സിന് ഇത് ഉപയോഗപ്പെടുത്താം. ഒരു സ്ഥിരമായ സോഴ്സാണ്. ഓക്കെ, നോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ റേസിംഗ് ഫണ്ട്. ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി യാതൊരു ചെലവും ഇല്ല എന്നാണ് പറയുന്നത്. നോ കോസ്റ്റ്. കാരണം ഇത് ബിസിനസ്സിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്ന പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല, മറ്റൊന്നും ഇതിന് വേണ്ട. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് നോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോ സെക്യൂരിറ്റി ഈസ് നീഡഡ് ടു റേസ് ഫണ്ട്. ഇതിന് സെക്യൂരിറ്റി ആവശ്യമില്ല. ഇറ്റ് മേക്സ് കമ്പനി ഫിനാൻഷ്യലി സ്ട്രോങ്. ഇത് കമ്പനിയെ സാമ്പത്തികമായി സ്ട്രോങ് ആക്കുന്നു. കാരണം ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് രൂപത്തിൽ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ഫണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആ പ്രോഫിറ്റ് ബിസിനസ്സിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് കമ്പനി ഒന്നും കൂടി ഫിനാൻഷ്യലി സ്ട്രോങ് ആവുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് ലോസസ്. ഏതെങ്കിലും ചില വർഷങ്ങളിൽ ലോസ് ഉണ്ടായി കഴിയുമ്പോൾ മുൻ വർഷങ്ങളിലെ പ്രോഫിറ്റ് ആ നഷ്ടത്തെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു, അല്ലെങ്കിൽ ആ നഷ്ടത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കമ്പനിയെ സഹായിക്കുന്നു. Then what are the limitations of retained earnings? Excessive plowing back may cause dissatisfaction among shareholders. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി ഉണ്ടാക്കും. കാരണം ഇക്വിറ്റി ഷെയർസ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഹൈ റിസ്ക് എടുത്ത് ഹൈ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഡിവിഡൻറ്റുകൾ കിട്ടാതെ, കുറേ കാലം അത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ, ഓണേഴ്സിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തി ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ആൻ അൺസർട്ടൻ സോഴ്സ് ഓഫ് ഫണ്ട് ആസ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. എല്ലാ വർഷവും ലാഭം ഉണ്ടാവണം എന്നില്ല, ലാഭത്തിൻ്റെ അളവ് വ്യത്യാസം വരാം, കൂടുക കുറയുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലാഭം, അതായത് റിറ്റേൺ ഏർണിങ്സ് ഇത്ര രൂപ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് അൺസർട്ടൻ സോഴ്സാണ്. ഇതൊരു അനിശ്ചിതമാണ് ഈ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ ടാക്സ് ഇവേഷൻ. ഇപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടാക്സ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി കമ്പനികൾ ചിലപ്പോൾ ഇത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റീറ്റെയിൻഡ് ഏർണിങ്സിനെതിരെ പറയുന്ന വേറൊരു പരാതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിമിതി. ഓക്കെ, എങ്കിലും എല്ലാ ബിസിനസ്സും വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ നടത്തിക്കൊണ്ട് ബിസിനസ്സിന് ഫണ്ട് കണ്ടെത്താം. ഇതാണല്ലോ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്യാപിറ്റൽ ഒബ്റ്റൈൻഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇസ് കാൾഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഇറക്കിക്കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ, ആ ഫണ്ടിനെയാണ്
നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹോൾഡിംഗ് ഷെയർസ് ഈസ് കോൾഡ് ഷെയർ ഹോൾഡർ. ആ ഓരോ ഷെയറും ഹോൾഡ് ചെയ്യുന്ന ആ വ്യക്തിയെയാണ് നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലുള്ള ഒരു ഷെയറിനെയാണ് അല്ലെങ്കിൽ ഒരു ഓഹരിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഷെയർസ്. ഷെയർസിനെ പ്രധാനമായി 2ആയി ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഓരോന്നും എന്താണ് നോക്കാം. പ്രിഫറൻസ് ഷെയർസ്, ഷെയർസ് വിച്ച് കാരി പ്രിഫറൻഷ്യൽ റൈറ്റ് in receiving a fixed rate of dividend and repayment of capital on winding up the company is called preference shares. Preference shares എന്ന് പറയുന്നത് which carry a preferential right. ഇത്തരം ഷെയറിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, ഒരു പ്രത്യേക പ്രിഫറൻസ്, ഒരു അധികാരം, അവിടെ അവകാശം ഉണ്ട്. ഈ സമയത്താണ് പ്രിഫറൻസ് കിട്ടുന്നത്. ഇൻ റിസീവിങ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനി ലാഭം ഉണ്ടാക്കുന്ന സമയത്ത്, ആ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പ്രിഫറൻസ് ഉള്ള തരം ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, വൈൻഡിങ് അപ്പ്, കമ്പനി പ്രവർത്തനം നിർത്തലാവുന്ന സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുമ്പോഴും ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു മുൻഗണന ഉണ്ട്. ഓക്കെ. And preference shareholders having voting right only on matters of affecting them. Okay, preference shareholders-ന് എല്ലാ കാര്യങ്ങളിലും വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഓൺലി വെൻ ഓൺ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദം. അവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് ഉള്ളത്. ഓക്കെ. Then look at what are the merits of preference shares. As the rate of dividend is fixed, these shares provide a steady income. ഇതിൻ്റെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എത്ര ശതമാനം ഡിവിഡൻഡാണ് കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രീഫിക്സ് ചെയ്യും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് അറിയപ്പെടുന്നത് തന്നെ 12% പ്രിഫറൻസ് ഷെയർസ്, 15% പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. എത്ര ശതമാനമാണോ പ്രീഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ആ പ്രിഫറൻസ് ഷെയറിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ദീസ് ടൈപ്പ് ഓഫ് ഷെയർസ് പ്രൊവൈഡ് സ്റ്റഡി ഇൻകം ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റഡി, എല്ലാ വർഷവും ആ നിശ്ചിത അളവ് പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ. These shares are suitable for investors who want a regular income with a low risk. ഇക്വിറ്റി ഷെയർസിനെ അപേക്ഷിച്ച് ഇവിടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവ് എടുക്കുകയും അതേപോലെ തന്നെ റെഗുലർ ഇൻകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന തരം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡാണ് ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. It doesn't dilute the control of equity shares over the management of the company. ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനിയുടെ മുകളിലുള്ള അധികാരത്തെ അല്ലെങ്കിൽ നിയന്ത്രണാവകാശത്തെ ഒന്നും ബാധിക്കുന്നില്ല. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ യഥാർത്ഥ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ. കാരണം ഓരോ ഇക്വിറ്റി ഷെയറിനും ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ എന്ത് കാര്യത്തിലും വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡസൻ ഡൈല്യൂട്ട് ദ കൺട്രോൾ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അധികാരത്തെ ബാധിക്കുന്നില്ല. ഓക്കെ. ആൻഡ് ദീസ് ക്യാൻ ബി റിഡീംഡ് ഇഫ് നീഡഡ്. ഓക്കെ, ആവശ്യമാവുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റും, റീപേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരെ ഫണ്ട് ഇനി അധികം ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ദെൻ ദീസ് ഷെയർസ് ഡു നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള പോലെയുള്ള അധികാരങ്ങളില്ല. അതേപോലെ തന്നെ കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ ഇവർക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ ഇവർക്ക് അധികാരം ഇല്ല, അതതിനെ ബാധിക്കില്ല. ഡു നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. ദീസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ടേക്ക് ഹൈ റിസ്ക്.
നല്ല ധാരാളം റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം നടത്തി ധാരാളം ഇൻകം പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് യോജിച്ചതല്ല ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഇൻവെസ്റ്റേഴ്സിനെ ഈ ഏരിയയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഈസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കേണ്ടി വരും. കാരണം അവരെടുക്കുന്ന റിസ്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനേക്കാളും ലിറ്റിൽ ബിറ്റ് ഹയർ ആണ്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം പ്രോഫിറ്റ് ആസ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്ത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കണ്ടെത്തുന്ന സമയത്ത് ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്, ഒരു അലൗഡ് എക്സ്പെൻസ് ആണ്. അതേസമയം ഈ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻഡ് അത്തരത്തിലൊന്നുമില്ല. കാരണം അതൊരു പ്രോഫിറ്റ് കണ്ടെത്തിയതിന് ശേഷം ആ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ അത് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല. അപ്പോൾ അതൊക്കെ ടാക്സ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആർ ദർ. ഓക്കെ, വാട്ട് ആർ ദെം? Cumulative and non-cumulative preference shares, participating and non-participating preference share, redeemable and irredeemable preference shares, convertible and non-convertible preference shares. ഇത്രയും തരത്തിലുള്ള 8 തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഓക്കെ, ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് നോക്കാം. എന്താണ്? ദ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി paid arrear dividend in future years if no dividend is paid in any year. ഏതെങ്കിലും വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന വർഷങ്ങളിൽ ആ ഡിവിഡൻഡ് കൂടി അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിട്ടാൻ അവകാശമുള്ളവരാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ഗെറ്റ് ദെയർ അരിയർ ഡിവിഡൻഡ് but only current year's dividend is available. ഇപ്പോൾ നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും വർഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ വർഷം അവർക്ക് ഡിവിഡൻഡ് നഷ്ടപ്പെടും. പിന്നീടുള്ള വർഷം ഏത് വർഷമാണോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാത് വർഷങ്ങളിൽ മാത്രമാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അരിയർ കിട്ടുന്നത്. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. Participating preference shareholders have a right to share in the surplus profit after fixed rate of dividend is paid to equity shareholders. Preference shareholders ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് പ്രീ ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റിന് പുറമെ ബാക്കി പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം അവിടെയും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിലൊരു പങ്ക് കിട്ടാനും കൂടി അവകാശമുണ്ട്. ഓക്കെ, ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ റൈറ്റ് ടു ഷെയർ സർപ്ലസ് പ്രോഫിറ്റ് ബട്ട് വിൽ ഗെറ്റ് ഓൺലി ദി ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. പ്രീ ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന വാക്ക് പറയുന്നത്. കാരണം ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഡിവിഡൻഡിൽ അവിടെയും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവർക്ക് കുറച്ച് കൂടുതൽ പ്രിഫറൻസ് ആണ് കിട്ടുന്നത്. കാരണം ആ പ്രീ ഫിക്സ്ഡ് റേറ്റ് പ്ലസ് ഷെയർ അഡീഷണൽ ബാക്കിയുള്ളതിലും ഒരു ഹോൾഡ് ഉണ്ട്, ഒരു ഷെയർ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിഡീമബിൾ ആൻഡ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വിച്ച് വിൽ ബി റീപെയ്ഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരിയഡ് ആർ കോൾഡ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് റിഡീമബിൾ തിരിച്ചു കൊടുക്കുക, ഒരു പ്രത്യേക കാലാവധിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിന് റിഡീം ചെയ്യുക എന്ന് പറയുന്നത് റീപേയ്മെൻറ്റിനെ പറയുന്ന നമ്മൾ അക്കൗണ്ടൻസിയിലും ഒക്കെ പറയുന്ന പ്രത്യേക വാക്കാണ് റിഡീം. ഓക്കെ, പ്രിഫറൻസ് ഷെയർ വിൽ ബി റീപെയ്ഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് സ്പെസിഫൈഡ് പീരിയഡ് റിഡീമബിൾ. ദെൻ അങ്ങനെ ഒരു പ്രത്യേക കാലം കഴിയുമ്പോഴൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് വിൽ ബി ഓൺലി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമാണ് കൊടുക്കുന്നത്. അതിന് മുന്നേ ഒന്നും കൊടുക്കാത്ത തരം ഷെയറിനെ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓർ നോട്ട് എന്നുള്ളതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ. ഇക്വിറ്റി ഷെയറിനെ ഒരു സ്പെസിഫൈഡ് പീരിയഡിന് ശേഷം ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എങ്കിൽ അതിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ ഇക്വിറ്റി ഷെയർസ് ദാറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഇസ് നോൺ ആസ് നോൺ കൺവേർട്ടബിൾ.
അങ്ങനെ സ്പെസിഫൈഡ് കാലത്തേക്ക് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കമ്പനി ഉള്ളിടത്തോളം കാലം പ്രിഫറൻസ് ഷെയർ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ റെഡീം ചെയ്യുന്നിടത്തോളം കാലം പ്രിഫറൻസ് ഷെയർ ആയിട്ട് തന്നെ ഇരിക്കും എങ്കിൽ അതിനെ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് പറയുമ്പോൾ താരതമ്യേന ഫസ്റ്റ് പീരിയഡിലൊക്കെ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ പ്രോഫിറ്റ് താരതമ്യേന കുറവായിരിക്കും. ആ സമയത്ത് ഈ പ്രീ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നു. അതിനുശേഷം ഒരു സ്പെസിഫൈഡ് കാലത്തിന് ശേഷം കമ്പനി അത്യാവശ്യം ഗ്രോത്ത് ആയി കഴിയുമ്പോൾ അവർ എന്തായി മാറുകയാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആവുകയാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ധാരാളം ഡിവിഡൻഡ് കിട്ടിത്തുടങ്ങുന്ന സമയത്തേക്ക് ഇവരെന്തായി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അതുകൊണ്ട് വളരെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ